നാട്ടിൽ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കണോ അതോ ജർമ്മനി പോലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് പഠിക്കണോ എന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നാട്ടിൽ +2 കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കുന്നതാണോ നല്ലത് അതോ ജർമ്മനിയിൽ വന്ന് നഴ്സിംഗ് പഠിക്കുന്നതാണോ നല്ലത്. ഈ രണ്ട് രാജ്യങ്ങളിൽ നിങ്ങൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും അല്ലെങ്കിൽ എത്ര യൂറോ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ എങ്ങനെയാണ് അതുപോലെ ജർമ്മനിയിൽ എങ്ങനെയാണ് എന്നുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന നഴ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള 3 കോഴ്സുകളാണ്. ഒന്ന് ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നറിയപ്പെടുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സായ ANM. രണ്ടാമത്തേത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നറിയപ്പെടുന്ന നഴ്സിംഗിൽ തന്നെ ഒരു ഡിപ്ലോമ എടുക്കാൻ സാധിക്കുന്ന GNM. മൂന്നാമത്തേത് നഴ്സിംഗ് മേഖലയിൽ നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിത്തരുന്ന BSc നഴ്സിംഗും. ഇനി നമ്മൾ ജർമ്മനിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നഴ്സിംഗുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടുവരുന്ന പ്രധാന കോഴ്സുകളാണ്. ഒന്നാമത്തേത് നമ്മുടെ നാട്ടിലെ ANM കോഴ്സ് പോലെ തന്നെ ഇവിടെയുള്ളൊരു കോഴ്സാണ് ഫ്ലേഗ ഫാഹ് അസിസ്റ്റൻസ്. രണ്ടാമത്തേതാണ് ഇവിടുത്തെ ഫ്ലേഗ ഫാഹ്മൻ അല്ലെങ്കിൽ ഫ്ലേഗ ഫാഹ് ഫ്രൗ എന്നൊരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇതേതാണ് നമ്മുടെ നാട്ടിലെ ജനറൽ നഴ്സിംഗ് അതായത് GNM പോലെയാണ്. മൂന്നാമത്തേതാണ് ഇവിടെ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിത്തരുന്ന BSc നഴ്സിംഗ്. ഒന്നാമത്തെ തീർച്ചയായിട്ടും നിങ്ങൾ +2 പാസ്സായവരായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് +2-ന് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 50% ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ 17 വയസ്സ് മിനിമം ഏജ് ഉള്ളവരുമായിരിക്കണം. ഇനിയിപ്പം GNM കോഴ്സോ അല്ലെങ്കിൽ ANM കോഴ്സോ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങളിപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ നിങ്ങൾക്ക് GM-ന് അല്ലെങ്കിൽ ANM-ന് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കണം. ഇനിയിപ്പോൾ ജർമ്മനിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? അപ്പം ഞാൻ ഇവിടുത്തെ നിയമം ആദ്യം പറയാം. ഇപ്പം നിങ്ങൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് അതായത് നമ്മുടെ നാട്ടിലെ ANM പോലെ ഇവിടുത്തെ ഫ്ലേഗ അസിസ്റ്റൻസ് ആണ് പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 9ാം ക്ലാസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിലെ GNM കോഴ്സാണ് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അതായത് ഇവിടുത്തെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ BSc നഴ്സിംഗ് ആണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് നിങ്ങൾ +2-ൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം. അതുപോലെ നമ്മുടെ +2 ഇവിടെ റെക്കഗ്നൈസ്ഡ് അല്ല, അതുകൊണ്ട് ഇവിടെ +3 വേണം. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് ജർമ്മനിയിൽ വന്ന് സ്റ്റുഡൻറ് കൊളീഗ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറാൻ. ഞങ്ങൾ ഒരുപാട് സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ പേരൻസിനെയൊക്കെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പം അവർ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത്. ഇവിടെ ശരിക്കും ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്, അല്ലാതെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നഴ്സിംഗിൽ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ല. ഇവിടെ നമ്മൾ ജർമ്മനിയിൽ നഴ്സിംഗ് അതായത് പ്രത്യേകിച്ചും നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിയമം അതാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് വരാൻ. കാരണം +2 ഉള്ളതിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾ പിന്നീടേ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും +2 കഴിഞ്ഞ് മാത്രം ജർമ്മനിയിൽ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഏതൊരു നഴ്സിംഗ് കോഴ്സ് പഠിക്കണമെങ്കിലും വേണ്ട മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ B2 ലെവൽ പാസ്സായിട്ടുള്ളവരായിരിക്കണം. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് പഠിക്കേണ്ട ഒരു സ്ട്രോങ് മോട്ടിവേഷനും ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമേ നാട്ടിലത്തെ കാര്യം എടുക്കാം. ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ 800 രൂപ കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ഫീസായിട്ട് ഒരു വർഷം 73,000 രൂപ നിങ്ങൾ അടയ്ക്കണം. സ്പെഷ്യൽ ഫീസായിട്ട് ഒരു വർഷം 23,300 രൂപയും അതുപോലെ നിങ്ങൾ ഹോസ്റ്റൽ അല്ലെങ്കിൽ മെസ് ഫീസായിട്ട് ഒരു വർഷം 50,000 രൂപയും കൊടുക്കണം. അതായത് നിങ്ങൾ 4 വർഷം ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചിറങ്ങണമെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 6 ലക്ഷം രൂപയാകും. ഇനിയിപ്പോൾ ഞാൻ ജർമ്മനിയിലെ കാര്യം പറയാം. ഒരു കാര്യം എടുത്തു പറയട്ടെ, ജർമ്മനിയിൽ ഞാൻ പറയാൻ പോകുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് മാസം തോറും
സ്റ്റൈഫൻഡും കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഫീസ് കൊടുക്കണ്ടെങ്കിലും ഇങ്ങോട്ട് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വരുന്നതിന് മുന്നേ നിങ്ങൾക്കാകുന്ന കുറച്ച് ചെലവുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനിയും പറയാം. നിങ്ങൾ ആദ്യം പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴത്തേന് ഏകദേശം 1500 രൂപയാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുവാണെങ്കിൽ B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നാട്ടിൽ നിങ്ങൾ സ്കൂളിൽ പോയി B2 ലെവൽ ലാംഗ്വേജ്, അതായത് A1 തൊട്ട് B2 വരെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 1,12,000 രൂപയാകും. ഇനി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണം. അപ്പം A1, A2, B1 നിങ്ങൾ ഇന്റർണൽ പരീക്ഷ എഴുതിയ ആ സ്കൂളിൽ, പിന്നെ നിങ്ങൾക്ക് ഗോയിത്തെ പോലുള്ള ലാംഗ്വേജ് ടെസ്റ്റ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആകുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം 43,500 രൂപയാണ്. ഇനി കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിട്ട് വരും. അപ്പം അതിന് ഏകദേശം ഒരു 3,000 രൂപയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം അതിന് ഏകദേശം 10,000 രൂപയാകും. 10,000 രൂപ നമുക്ക് കൂട്ടാം. പിന്നെ വിസ ഫീസ്, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേന് അവിടെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 6,600 രൂപയാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം വിസ കിട്ടിക്കഴിയുമ്പോഴത്തേന്, അതിന് ഏകദേശം ഒരു 30,000 രൂപയാകും. അതായത് നിങ്ങൾ ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് നാട്ടിലാകുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നിങ്ങൾ ജർമ്മനിയിൽ ചെയ്യുമ്പോൾ മാസം നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുമെന്നുള്ളത്. ഈ കിട്ടുന്ന സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് എത്ര യൂറോ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് ആയിട്ട് വരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മിച്ചം വരും കയ്യിൽ എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇപ്പം നിങ്ങളുടെ ട്രെയിനിങ് കമ്പനി നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ശരിയാക്കി തന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അങ്ങോട്ട് വേണ്ട സാധനങ്ങൾ നിങ്ങൾ മേടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഇനീഷ്യൽ എക്സ്പെൻസ് ആയിട്ട് ഒരു 1,000 യൂറോ മാറ്റി വെക്കാം. അപ്പം ആ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സ്പെൻസസും അതുപോലെ ഇപ്പൊ ഇൻഫ്ലേഷൻ റേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡന്റിന് ആദ്യത്തെ വർഷം ഉണ്ടാവുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 9,261 യൂറോ ആണ്. രണ്ടാമത്തെ വർഷം ഏകദേശം 9,724 യൂറോ. മൂന്നാമത്തെ വർഷം ഏകദേശം 10,206 യൂറോ. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിലൊന്ന് പോയിട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിസലേനിയസ് എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 3,000 യൂറോ മാറ്റി വെക്കാം. അപ്പോൾ ഈ 3 വർഷത്തെ എക്സ്പെൻസ് എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്കുണ്ടാകുന്ന ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 33,200 യൂറോ ആണ്. ഇനിയിപ്പോൾ വരവിനെ പറ്റി പറയാം. അതായത് നിങ്ങൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ജർമ്മനിയിൽ പഠിക്കുമ്പോൾ സ്റ്റൈഫൻഡ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു വർഷം, അതായത് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സാലറി അല്ലെങ്കിൽ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ഏകദേശം 10,500 യൂറോ ആണ്. ഇതെന്ന് പറയുന്നത് നെറ്റ് സാലറിയാണ്. അതായത് ഏകദേശം 875 യൂറോ. രണ്ടാമത്തെ വർഷം ഏകദേശം 11,466 യൂറോ. അതായത് മാസം നിങ്ങൾക്ക് 955 യൂറോ കയ്യിൽ കിട്ടും. മൂന്നാമത്തെ വർഷമാണെങ്കിൽ ഏകദേശം 12,406. അതായത് ഒരു മാസം നിങ്ങൾക്ക് 1,033 യൂറോ കയ്യിൽ കിട്ടും. അപ്പൊ നിങ്ങൾ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 34,400 യൂറോ ആണ്, നമ്മൾ റൗണ്ട് ചെയ്ത് പറയുവാണെങ്കിൽ. അപ്പൊ നിങ്ങളുടെ നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഏകദേശം 1,200 യൂറോ ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നെറ്റ് ബാലൻസിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിച്ചം വരുന്ന പൈസക്കകത്ത് നമ്മൾ നാട്ടിൽ ഒരു ചെലവ് പറഞ്ഞില്ലായിരുന്നു, 2 ലക്ഷം രൂപയുടെ ലാംഗ്വേജിന്റെയും വിസ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊന്നും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഞങ്ങൾ ഈ വരവും ചെലവും അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്ന റഫ് എസ്റ്റിമേറ്റ് മാത്രം. ഇത് ഒരിക്കലും നിങ്ങളൊരു ഫൈനൽ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മാത്രമേ ചെലവാകത്തുള്ളൂ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾക്കുണ്ടാവുന്ന എക്സ്പെൻസ് എന്ന് പറയുന്ന ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിപ്പം നന്നായിട്ട് ചെലവാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ കൂടാം, ഇല്ലെങ്കിൽ കുറച്ച് ചെലവാക്കുന്നവരാണെങ്കിൽ ഇത് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന ഓരോ സ്റ്റേറ്റ് അനുസരിച്ചും നിങ്ങൾ ജോലി ചെയ്യുന്ന ട്രെയിനിങ് കമ്പനി അനുസരിച്ചൊക്കെ മാറും. നാട്ടിലാണെങ്കിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇഷ്ടം പോലെ ജോലി അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ജോലി കയറിയവരോടും ഒക്കെ ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്നുള്ളത്. അപ്പം അവരെല്ലാം പറഞ്ഞത് അവരിപ്പം ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 20,000 രൂപയാണെന്നുള്ളതാണ്. ഇനി ജർമ്മനിയിലേക്ക് വരുവാണെങ്കിൽ നാട്ടിലെ പോലെ തന്നെയാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി അവസരങ്ങളുണ്ട്. ശരിക്കും ഇവിടെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ
ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ. ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്ന ബാച്ചിലർ ആണ്, ടാക്സ് ക്ലാസ് 1 പെടുന്നു, അതുപോലെ തന്നെ ഒരു ഷെയർഡ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു, ക്രിസ്ത്യൻ ആണ് റിലീജിയൻ, അതുപോലെ തന്നെ യാതൊരു അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അതായത് ട്രാവലിംഗ് ഇല്ല, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഇനി ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഫ്രഷർ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് കിട്ടാവുന്ന സാലറി എന്ന് പറയുന്നത്, അതായത് ബ്രുട്ടോ സാലറി എന്ന് പറയുന്നത് ഏകദേശം 2934 യൂറോ ആണ്. ഇതിൽ നിങ്ങൾക്ക് പേറോൾ ടാക്സ് ആയിട്ട് ഏകദേശം 327 യൂറോ പോകും. അതുപോലെ നിങ്ങളൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ചർച്ച് ടാക്സ് ആയിട്ട് 29 യൂറോ പോകും. അതായത് നിങ്ങൾ ടോട്ടൽ ടാക്സ് ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടത് ഏകദേശം 357 യൂറോ. സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ പേ ചെയ്യണം. അതായത് നിങ്ങൾ പെൻഷൻ ഇൻഷുറൻസ് ആയിട്ട് ഏകദേശം 273 യൂറോ, അതുപോലെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് 232 യൂറോ, കെയർ ഇൻഷുറൻസ് ആയിട്ട് 55 യൂറോ, പിന്നെ ആർബൈറ്റ്സ്ലോസ് ഫെസിഷനും അതായത് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിന് വേണ്ടി ഇൻഷുറൻസ് ആയിട്ട് ഏകദേശം 38 യൂറോയും കൊടുക്കണം. അതായത് ഇവിടെ ഏകദേശം 598 യൂറോ. അപ്പൊ ഈ ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നെറ്റ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 1979 യൂറോ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 1,72,000 രൂപ. വേഗയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് റെന്റ് ഏകദേശം ഒരു 450 യൂറോ ആകും. അതുപോലെ യൂട്ടിലിറ്റി കോസ്റ്റ് ആയിട്ട് ഒരു 150 യൂറോയും. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിസിറ്റി, അതുപോലെ വാട്ടർ, ഹീറ്റിംഗ്, ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ്, ക്ലീനിങ്, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാകുന്ന പൈസയാണ്. പിന്നെ ഇന്റർനെറ്റ് നിങ്ങൾ ഷെയർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഏകദേശം ഒരു 15 യൂറോ കൊടുക്കണമെന്ന് നമുക്ക് കണക്കാക്കാം. ടെലിഫോൺ നിങ്ങളുടെ സിമ്മിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 10 യൂറോ. പിന്നെ നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് ARDZDF, അതിനൊരു ഏകദേശം 18.36 യൂറോ ആകും. പിന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാലും ട്രാൻസ്പോർട്ടേഷൻ ഫീസ് കൊടുക്കണം. അത് ഏകദേശം ഒരു 70 യൂറോ നമുക്ക് കണക്കാക്കാം. പിന്നെ ലയബിലിറ്റി ഇൻഷുറൻസ് പേ ചെയ്യണം, ഏകദേശം 3 യൂറോ 50 സെന്റ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രോസറീസ് മേടിക്കാനായിട്ടാണെങ്കിൽ ഏകദേശം ഒരു 200 യൂറോ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ മിസലേനിയസ്, അതായത് ഷോപ്പിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയി കഴിക്കണമെങ്കിലോ അതിനൊക്കെ ഏകദേശം 100 യൂറോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ആകുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്ന ഏകദേശം 1017 യൂറോ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മിച്ചം എന്ന് പറയുന്നത് ഏകദേശം 962 യൂറോ വരും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സേവിങ്സ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ അത് മാത്രം നോക്കരുത്. കാരണം ഇവിടെ ജർമ്മനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പം നേഴ്സ് മാത്രമല്ല, ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും ഒരുപാട് വേറെ ബെനിഫിറ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ്, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഉള്ള ജോബ് സെക്യൂരിറ്റി, പിന്നെ നമ്മുടെ ബോസോ അല്ലെങ്കിൽ ആരും നമ്മളെ വന്ന് മൈക്രോ മാനേജ്മെന്റ് ചെയ്ത് നിങ്ങൾ എന്താണ് ജോലി ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടം വരെ ആയി നിങ്ങളുടെ ജോലി, അങ്ങനെ ഒന്നും അന്വേഷിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വഴക്ക് പറയാനായിട്ടോ ഒന്നും ഇവിടെയുള്ള ആൾക്കാർ മുതിരത്തില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഇപ്പം നിങ്ങളുടെ ജോലി പോയെങ്കിൽ നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആശുപത്രിയായിട്ട് എന്തെങ്കിലും ഒരു കേസ് വന്നെങ്കിൽ നമ്മൾ അവിടെ എക്സ്ട്രാ പേയ്മെന്റ് മിക്ക കാര്യങ്ങളിലും കൊടുക്കണ്ട, കാരണം നമ്മുടെ ഇൻഷുറൻസ് ഇത് അതങ്ങ് അടഞ്ഞു പോകും. ഇനിയിപ്പോൾ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഇവിടുത്തെ നഴ്സിംഗ് കെയർ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് കാലിയാവത്തില്ല. ഇനി പിള്ളേരുള്ളവരാണെങ്കിൽ അവർ പബ്ലിക് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിസ വെച്ച് ട്രാവൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് ബെനിഫിറ്റുകളുണ്ട് ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം +2 കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ജർമ്മനിയിൽ വന്ന് ഹൗസ് ബിൽഡിംഗ് പഠിക്കണോ അതോ നാട്ടിൽ നഴ്സിംഗ് പഠിക്കണോ, ഇവിടെ രണ്ടിടത്തും പഠിക്കുമ്പോൾ എത്ര പൈസ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് വരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ജർമ്മനിയിൽ വന്ന് പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത്, ജോലി സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയാൻ മടിക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.